ഗുഡ് ഡേ ഡിയർ ആസ്പിറൻസ്. എൻ്റെ പേര് ആതിര. ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇപ്പം നടക്കുന്ന എല്ലാ എക്സാംസിലും SCRTയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. പ്രത്യേകിച്ചും നമ്മുടെ പുതിയ SCRT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പല എക്സാംസിനും കണ്ടുവരുന്നത്. സോ നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ പുതിയ SCRT ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ പുതിയ 9th ടെക്സ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന ചാപ്റ്റർ വെച്ചിട്ടാണ് നമ്മുടെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നമ്മുടെ ഓവർവ്യൂ സെക്ഷനിലൂടെ നമുക്കൊന്ന് കണ്ടറിയാം. നോക്കിയേ, നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശിക സാന്ദ്രത, അപവർത്തനം, അപവർത്തനാങ്കം, അപവർത്തന നിയമങ്ങൾ, അപവർത്തനം നിത്യജീവിതത്തിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് SCRT ബൂസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് SCRTയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ SCRT ബൂസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹയർ ലെവൽ SCRT ക്രാക്ക്, അതായത് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള SCRTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സസൈസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസും കൂടെ വെച്ചിട്ടാണ് നമ്മുടെ സെക്ഷൻ ഇന്ന് നമ്മൾ കംപ്രൈസ് ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രകാശം. നമ്മൾ പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിയാൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് പ്രകാശം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രകാശം എന്നത് ഒരു EM വേവ് ആണ്, ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. പ്രകാശം എന്താണ്? ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് നമ്മുടെ പ്രകാശം. അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. അതായത് നമ്മൾ പൊതുവെ പ്രകാശത്തെയൊക്കെ പറ്റി പഠിക്കാനായിട്ട് നമ്മൾ ആരാണ് ഉപയോഗിക്കുന്നത്? ലേസേഴ്സിനെ വെച്ചിട്ടാണ് അല്ലേ. അപ്പം നമ്മളൊരു ലേസർ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല എക്സ്പെരിമെൻറ്റുകളും ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു ലേസർ ലൈറ്റ് നോക്കാം. അപ്പം നമുക്ക് കാണാൻ പറ്റും ലേസറിൽ നിന്നുള്ള ലൈറ്റ് ഇങ്ങനെ നേർരേഖയിലായിരിക്കും പുറത്തേക്ക് വരുന്നത്. അതായത് നമ്മൾ എപ്പോഴും പ്രകാശത്തിൻ്റെ പാതയെ നേർരേഖയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്കിങ്ങനെ വളഞ്ഞ കർവുകളായിട്ടോ മറ്റോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് റോങ് ആണ്. നമുക്ക് എപ്പോഴും നേർരേഖയിൽ വേണം പ്രകാശത്തിൻ്റെ പാതയെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. നേർരേഖയിലായിരിക്കണം പ്രകാശപാത. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. ഞാനിപ്പം വായു എടുക്കുന്നു. വായു ഒരു മാധ്യമമാണല്ലോ. വായുവിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പം നേർരേഖയാണ്. ഇനി ഞാൻ ഡയമണ്ട് എടുക്കുന്നു. ഡയമണ്ട് മറ്റൊരു മാധ്യമമാണ്. ഈ മാധ്യമത്തിലൂടെയും പ്രകാശം എങ്ങനെ പോകണം? നേർരേഖയിലായിരിക്കണം. അതായത് ഏത് മാധ്യമമായിക്കോട്ടെ, എല്ലാ മാധ്യമങ്ങളിലൂടെയും പ്രകാശം എങ്ങനെ സഞ്ചരിക്കും? നേർരേഖയിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനായിട്ടായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ, ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ഫിഗറിലൂടെ മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് അത് എളുപ്പം മനസ്സിലാവും. അപ്പം അത് എവിടെ നിന്നാണ് നോക്കിയേ, ഞാൻ 2 മാധ്യമം എടുത്തു. ഫസ്റ്റ് മാധ്യമം എന്ന് പറയുന്നത് വായുവാണ്, സെക്കൻഡ് മാധ്യമം എന്ന് പറയുന്നത് ജലമാണ്. അപ്പം ഞാൻ 2 മാധ്യമം എടുത്തു, വായു എടുത്തു, ജലവും എടുത്തു. ഇപ്പം ഈ 2 മാധ്യമങ്ങളെ സെപ്പറേറ്റ് ചെയ്യണ്ടേ? അപ്പം നമുക്ക് 2 മീഡിയം ഉണ്ട്, അവരെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ലൈൻ കാണുമല്ലോ. അതായത് ഇതാണ് നമ്മൾ ഈ ഡോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് അവരുടെ ഇടയിലുള്ള ഒരു സെപ്പറേറ്റിംഗ് ലെയർ, അല്ലെങ്കിൽ നമ്മൾ വിഭജന തലം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് അവരുടെ വിഭജന തലം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മാധ്യമങ്ങൾ എടുത്തു. ഒന്ന് വായുവാണ്, മറ്റൊന്ന് ജലമാണ്. ഇവരെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു വിഭജന തലം എടുത്തു. 2 മാധ്യമങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ലെയറാണ് വിഭജന തലം, അല്ലെങ്കിൽ സെപ്പറേറ്റിംഗ് ലെയർ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, ഞാൻ എൻ്റെ കയ്യിലുള്ള ലേസർ എടുക്കുന്നു അല്ലേ. എൻ്റെ കയ്യിൽ ഒരു ലേസർ ഉണ്ട്. എനിക്ക് ഈ ലേസറിനെ ഇതാ ഇങ്ങനെ വെച്ചൂടെ? എനിക്കിതാ ഇങ്ങനെ വെക്കാം, അല്ലെ ഈ ലേസറിനെ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. അതൊക്കെ എൻ്റെ ഇഷ്ടം. നമുക്ക് ലേസറിനെ ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ ദാ ലേസറിനെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഒരു ലേസർ വെച്ചാൽ അതിൽ നിന്നുള്ള രശ്മിത ഇങ്ങനെയല്ലേ സഞ്ചരിക്കുന്നത്? ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ലേസർ ഇവിടെ ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ നേരെയല്ല വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഈ നേരെയല്ല വെച്ചിരിക്കുന്നത്. നമ്മൾ ലേസറിനെ ഇങ്ങനെ ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞാണ് ലേസർ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താ, നമ്മുടെ രശ്മിയും ചരിഞ്ഞല്ലേ പോകുന്നത്. ഇങ്ങനെ വെച്ചത് കൊണ്ടല്ലേ നമ്മുടെ രശ്മി ഇങ്ങനെ ചരിഞ്ഞു വന്നത്. സോ നമ്മുടെ രശ്മി ചരിഞ്ഞു വരുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ വന്ന രശ്മി ഇതുപോലെ തന്നെ അങ്ങ് പോകുമെന്ന് വിചാരിക്കും.
വിചാരിക്കും, ഇതേ പാത തന്നെ പിന്തുടരുമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ ഒരു വിഭജന തലത്തിൽ വെച്ച് നമ്മുടെ വിഭജന തലമില്ലേ, ഈ ഒരു വിഭജന തലത്തിൽ വെച്ചിട്ട് നമ്മുടെ പ്രകാശപാതയ്ക്ക് ചെറുതായിട്ട് ഒരു വ്യത്യാസം സംഭവിക്കും. അതിൻ്റെ ആ ഒരു പ്രകാശപാതയ്ക്ക് ഒരു ദിശാ വ്യതിയാനം സംഭവിക്കും. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ വിഭജന തലം ഇമ്പോർട്ടൻ്റ് ആണ്. വിഭജന തലത്തിൽ വെച്ചിട്ടാണ് പ്രകാശത്തിൻ്റെ പാതയ്ക്ക് മാറ്റം വന്നത് അല്ലേ. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് പ്രകാശപാത പുതിയ രീതിയിൽ അതിൻ്റെ ദിശ ചെറുതായിട്ട് മാറി പുതിയ പ്രകാശപാതയിലൂടെ അത് സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടിടത്തും രണ്ട് മാധ്യമങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടായിരിക്കും ഇവർ സഞ്ചരിക്കുന്നത്. പ്രകാശപാത ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയല്ലേ സഞ്ചരിച്ചത്, വളവ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെയും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് സഞ്ചരിച്ചത്. പക്ഷേ വിഭജന തലത്തിൽ വെച്ചിട്ട് അതിൻ്റെ ദിശയ്ക്കൊരു മാറ്റം സംഭവിച്ചു. ഇങ്ങനെ പോകേണ്ടിയിരുന്ന ആളെ ഇങ്ങനെ അത് കടത്തി വിട്ടു. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. ശ്രദ്ധിച്ചേ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി. ഇപ്പം ഒരു മാധ്യമം നമ്മളിവിടെ എടുത്തേ, ഒരു മാധ്യമം വായുവായിരുന്നു. മറ്റൊരു മാധ്യമമായിട്ട് നമ്മൾ ആരെയാണ് എടുത്തത്? നമ്മൾ ജലത്തെയാണ് എടുത്തത്. അപ്പം വായുവിൽ നിന്നും ജലത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പം ശ്രദ്ധിക്കണേ, നമ്മൾ ചരിഞ്ഞല്ലേ, നമ്മുടെ ലേസർ നമ്മൾ ചരിച്ചാണ് കൊടുത്തത്. അതുകൊണ്ട് ചരിഞ്ഞാണ് ഒരു പ്രകാശരശ്മി പ്രവേശിച്ചത്. മാധ്യമങ്ങളുടെ എവിടെ വെച്ചെന്ന്? വിഭജന തലത്തിൽ വെച്ചിട്ട് അതിൻ്റെ ദിശാ വ്യതിയാനം സംഭവിക്കും. അതിൻ്റെ ദിശയ്ക്ക് മാറ്റം സംഭവിച്ചത് എവിടെ വെച്ചിട്ടാണ്? അവരുടെ വിഭജന തലത്തിൽ വെച്ചിട്ടാണ്. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാ വ്യതിയാനം സംഭവിക്കുന്നില്ല. ഇത് നമുക്ക് അടുത്ത പിക്ചറിലൂടെ മനസ്സിലാക്കും. അതായത് ഞാനിപ്പം നേരത്തെ കൊടുത്തത് ചരിഞ്ഞല്ലേ, ഇങ്ങനെ കൊടുത്തത്. ഇനി ഞാൻ ഇതിനെ ലംബമായിട്ട്, ഞാൻ എൻ്റെ ലേസറിനെ ഇങ്ങനെ ലംബമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നു. ലംബമായിട്ടെന്ന് പറഞ്ഞാൽ അത് ആ വരുന്ന പ്രകാശരശ്മി ഇവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്തു എന്നാണ് കേട്ടോ അർത്ഥം. ഒരു 90 ഡിഗ്രി മേക്ക് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ലംബമായിട്ട് കൊടുക്കും. അപ്പം ഞാൻ ഇവിടെ ഔട്ട്പുട്ടിൽ പോയി നിന്ന് നോക്കുക, ഞാനിപ്പോൾ ലംബമായിട്ട് കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. അപ്പം ഞാൻ വിചാരിക്കും ലൈറ്റിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ? ഞാൻ ഇവിടെ ഒന്ന് നോക്കിയാൽ വല്ല മാറ്റം സംഭവിക്കുമോ? ഇല്ല. എപ്പോഴും ശ്രദ്ധിക്കുക, ലംബമായിട്ടാണ് നമ്മുടെ പ്രകാശരശ്മി വന്ന് പതിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ അത് എങ്ങനെയാണോ വന്ന് അതുപോലെ തന്നെ അത് എന്ത് ചെയ്യും? അടുത്ത മാധ്യമത്തിലൂടെ സഞ്ചരിക്കും. അതിന് ദിശാവ്യതിയാനം സംഭവിക്കുമോ? ഇല്ല. എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ അത് അടുത്ത മാധ്യമത്തിലൂടെ സഞ്ചരിക്കും. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കില്ല. ലംബമായിട്ടാണ് നമ്മുടെ രശ്മി വന്ന് പതിക്കുന്നതെങ്കിൽ ദിശാവ്യതിയാനം ഒട്ടും തന്നെ സംഭവിക്കില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ചത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, ഇവർക്ക് ഇങ്ങനെ ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ നേരെ പോയില്ല, എന്തുകൊണ്ടാണ് ഇവരുടെ ദിശാവ്യതിയാനം സംഭവിച്ചതെന്നുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ മാധ്യമങ്ങളിലും പ്രകാശത്തിൻ്റെ വേഗത വ്യത്യസ്തമായിരിക്കും. പ്രകാശ വേഗത സ്ഥിരമല്ല, മാധ്യമങ്ങൾ അനുസരിച്ച് പ്രകാശത്തിൻ്റെ വേഗത വ്യത്യാസമാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, പ്രകാശത്തിൻ്റെ വേഗത നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വായുവിലാണ് പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ. അതിൻ്റെ വാല്യൂ 3 × 10⁸ ആണ്. ഏറ്റവും കൂടുതൽ പ്രകാശ വേഗത എവിടെയാണ്? വായുവിലാണ്. അപ്പം ശൂന്യത എന്നും നമുക്ക് കൊടുക്കാം. കറക്റ്റാണ് കേട്ടോ. NCERT-യിൽ വായു ഓർ ശൂന്യത എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, വായു അല്ലെങ്കിൽ ശൂന്യത എന്ന് വന്നാലും കറക്റ്റാണ് കേട്ടോ. വായുവിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ ആണ്. അടുത്ത നോക്കിയേ, ജലം. ജലത്തിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ വേഗത കുറയും. 3 എന്നുള്ളത് കാരണം 2.25 ആയി. × 10⁸ എല്ലാത്തിലും കോമൺ ആണ്. സോ 3-ൽ നിന്നും 2.25 ആയി. അപ്പോൾ ജലത്തിൽ എന്ത് ചെയ്യുന്നു? പ്രകാശത്തിൻ്റെ വേഗത കുറവായിരിക്കും. ഇനി അടുത്തത് നോക്കിയേ, ഗ്ലാസ്സിൽ. ഗ്ലാസ്സിൽ എന്താണ്? പ്രകാശത്തിൻ്റെ വേഗത 2 ആണ്. 2 × 10⁸ ആണ്. നെക്സ്റ്റ് വൺ വജ്രത്തിലാണ്. 1.25 × 10⁸. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ പ്രകാശ വേഗത ഓരോ മാധ്യമത്തിലും വ്യത്യസ്തമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. അതിന്റെ റീസൺ പ്രകാശ വേഗത ഓരോ മാധ്യമങ്ങളിലും വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രകാശ വേഗത എന്ന് മനസ്സിലായി. ഏറ്റവും കൂടുതൽ പ്രകാശത്തിന്റെ വേഗത വായുവിലാണ്. പ്രകാശ വേഗത എഴുതി കഴിഞ്ഞാൽ പ്രകാശ വേഗതയുടെ ഓർഡർ എഴുതിയ ഏറ്റവും കൂടുതൽ എവിടെയാണ്? വായുവിലാണ്. അതിനേക്കാൾ കുറവാണ് ആർക്ക്? ജലത്തിന്. 2.25 × 10⁸ ആണ്. അതിൽ കുറവാണ് ഗ്ലാസിന്. 2 × 10⁸. ഏറ്റവും കുറവ് എവിടെയാണ്? ഡയമണ്ടിലാണ് കേട്ടോ. 1.25
1.25 ഇൻറ്റു 10⁻⁸. ഡയമണ്ടിൽ 1.25 ഇൻറ്റു 10⁻⁸. ഈ വാല്യൂ നിങ്ങളങ്ങ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. കാരണം പ്രോബ്ലം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂസ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ പ്രകാശത്തിൻ്റെ വേഗതയുടെ ഓർഡർ പഠിച്ചിരിക്കുക. പല PSC എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ വേഗത തെറ്റായിട്ട് തരും, അത് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ. ഏറ്റവും കൂടുതൽ വായുവിനേക്കാൾ കുറവാണ് ജലം, ജലത്തിനേക്കാൾ കുറവാണ് ഗ്ലാസ്. ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഏറ്റവും കുറവ് ഡയമണ്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രകാശ വേഗത കണ്ടില്ലേ. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഫാക്ടറും കൂടെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. പ്രകാശ വേഗത പോലെ തന്നെ മറ്റൊരു ഫാക്ടറും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രതയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. പ്രകാശിക സാന്ദ്രത ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രകാശിക സാന്ദ്രത. അപ്പം നമുക്കറിയാലോ, ഓരോ മാധ്യമത്തിലും പ്രകാശ വേഗത വ്യത്യാസമായിരിക്കും. നമ്മൾ കണ്ടു, നമ്മുടെ ഡയമണ്ടിൽ പതുക്കെ പോകുന്ന പ്രകാശം വായുവിൽ വളരെ വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം, പ്രകാശ വേഗത എങ്ങനായിരിക്കും, പ്രകാശ വേഗത കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്ന് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത. ഇനി എങ്ങനെയാണ് ഇത് പ്രകാശക വേഗത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രകാശക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും. അതായത് നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ പ്രകാശിക സാന്ദ്രതയും പ്രകാശിക വേഗതയും വിപരീത അനുപാതത്തിലാണ് കേട്ടോ. ആർക്കാണോ പ്രകാശിക സാന്ദ്രത കൂടുതൽ അയാൾക്ക് പ്രകാശിക വേഗത കുറവായിരിക്കും. ഇനി ആർക്കാണോ പ്രകാശിക സാന്ദ്രത കുറവ് അയാൾക്ക് പ്രകാശിക വേഗത കൂടുതലായിരിക്കും. രണ്ടുപേരും വിപരീത അനുപാതത്തിൽ, ഒരാൾ കൂടിയാൽ മറ്റേ ആൾ കുറയും. അപ്പോൾ അതാ നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും. അപ്പം നമ്മൾ നോക്കിയേ, പ്രകാശത്തിന്റെ വേഗം ആരിലാണ് കുറവ്? ഡയമണ്ടിലല്ലേ? നമ്മുടെ ഡയമണ്ടിലാണ് പ്രകാശ വേഗം കുറവ്, പ്രകാശ വേഗത കുറവ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഓർത്തു വെക്കുക, പ്രകാശ വേഗത കുറവാണെങ്കിൽ പ്രകാശിക സാന്ദ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം രണ്ടും വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കുറഞ്ഞാൽ മറ്റേയാൾ ഉറപ്പായിട്ടും കൂടണം. അപ്പോൾ ഇതാ നോക്കി, ഡയമണ്ടിലെ പ്രകാശം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ സ്ലോയിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ. പ്രകാശത്തിന്റെ വേഗത ഡയമണ്ടിലൂടെ വളരെ കുറവാണ്. അതിനർത്ഥം ഡയമണ്ടിന് പ്രകാശിക സാന്ദ്രത കൂടുതൽ. ഓക്കെ, ഇനി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശിക വേഗത കുറവായിരിക്കും. ഡയമണ്ടിന് പ്രകാശിക സാന്ദ്രത കൂടുതലാണ്, അതുകൊണ്ട് പ്രകാശിക വേഗത കുറവാണ്. ഇനി അടുത്തത് നോക്കിയേ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും. നമ്മുടെ പ്രകാശത്തിന്റെ വേഗം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എവിടെയാണ്? പ്രകാശത്തിന്റെ വേഗം നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് എയറിലാണല്ലേ. എയറിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലാണ്. പ്രകാശം നല്ല സ്പീഡിലാണ് നമ്മുടെ എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത്, അതിന്റെ വേഗത കൂടുതലാണ്. അപ്പോൾ ആ വേഗത കൂടുതലാണെങ്കിൽ എന്താ നമ്മൾ പഠിച്ചേ? പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. അതുകൊണ്ട് പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. പ്രകാശിക വേഗതയും പ്രകാശിക സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്റ്റാണ്, ഈ പ്രകാശിക സാന്ദ്രതയും നമ്മൾ സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന സാന്ദ്രതയില്ലേ, നമ്മൾ യൂഷ്വലി സാന്ദ്രത എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വസ്തുവിൻ്റെ പിണ്ഡത്തെ നമ്മൾ അതിൻ്റെ വോളിയം കൊണ്ട് ഹരിക്കുമ്പോഴാണ്, മാസിനെ വോളിയം കൊണ്ട് ഹരിക്കുമ്പോഴാണ്, പിണ്ഡത്തെ അതിൻ്റെ ഏകകം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളളവ് കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് സാന്ദ്രത കിട്ടുന്നത്. ഈ സാന്ദ്രതയും നമ്മുടെ പ്രകാശിക സാന്ദ്രതയും ഒരു ബന്ധവും ഇല്ല. ഇവര് തമ്മിൽ എന്തില്ല? ഒരു ബന്ധവും ഇല്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ്.
സാന്ദ്രത എന്ന് പറയുന്ന ഒരാൾ മറ്റൊരു കോൺസെപ്റ്റാണ്, പ്രകാശിക സാന്ദ്രത വേറൊരു കോൺസെപ്റ്റാണ്. ഇവർ തമ്മിൽ എന്തില്ല, ഒരു റിലേഷൻ ഇല്ല. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം പ്രകാശിക സാന്ദ്രതയും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ആൾക്കാരാ, പേരുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവർ തമ്മിൽ എന്തില്ല, ഒരു റിലേഷനും ഇല്ല. നമ്മൾ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്, അതുകൊണ്ട് നോക്കി വെക്കുക. പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായി, പദാർത്ഥ സാന്ദ്രത എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി, ഇതുമായി ബന്ധമില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പ്രകാശിക വേഗതയുടെ ഓർഡർ എഴുതിയില്ലേ? പ്രകാശിക വേഗത ഏറ്റവും കൂടുതൽ വായുവിലാണ്, അതിൽ കുറവ് ജലത്തിലാണ്, പിന്നെയും കുറവ് ഗ്ലാസ്സിലാണ്, പിന്നെയും കുറവ് ഡയമണ്ടിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രകാശിക സാന്ദ്രതയുടെ ഓർഡർ ഒന്ന് നോക്കിയേ. പ്രകാശിക സാന്ദ്രത ഇതങ്ങ് തിരിച്ചെഴുതിയാൽ പോരെ. എവിടെയാണോ വേഗം കൂടുതൽ, ഇവിടെ ഏറ്റവും വേഗം കൂടുതൽ വായുവിനാണ്, അവിടെ പ്രകാശിക സാന്ദ്രത എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവാർക്കാണ്? വായുവിന്. ഇതങ്ങ് തിരിച്ചെഴുതിയാൽ മതി. സിമ്പിൾ നമ്മളിതാ ഇതതുപോലെ എഴുതുന്നു. വായു, ജലം, ഗ്ലാസ്, ഡയമണ്ട്. എന്നിട്ട് നമ്മൾ സിമ്പിൾ തിരിച്ചിട്ടാൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ വലിയ ആള് വായു എന്നല്ലേ, ഇവിടെ വലിയ ആൾ ആരാ? വലിയ ആളുടെ അടുത്തേക്ക് ഈ വാ ഇങ്ങനെ തുറന്നു നോക്കണം കേട്ടോ, അങ്ങനെ എഴുതുന്നത്. അപ്പം വലിയ ആൾ ആരാണ്? പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ആർക്കാ? ഡയമണ്ട്. ബാക്കിയെല്ലാം ഇതുപോലും കൊടുത്താൽ മതി. അപ്പൊ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് വായുവിനാണ്, ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഡയമണ്ടിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കുക, ഈ വാല്യൂം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ദിശാവ്യതിചലനം ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഒരു മാധ്യമത്തിൽ ചരിഞ്ഞു പതിക്കുന്ന പ്രകാശത്തിന് അടുത്ത മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദിശാവ്യതിയാനം ഉണ്ടായതെന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ദിശാവ്യതിയാനം ഉണ്ടായത്? അതിന് റീസൺ എന്ന് പറഞ്ഞാൽ പ്രകാശിക വേഗത ഓരോ മാധ്യമത്തിനും വ്യത്യാസമാണ്. ഇനി ഈ പ്രകാശിക വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രകാശിക സാന്ദ്രത. അതും പ്രകാശിക വേഗതയും തമ്മിലുള്ള ബന്ധവും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു ഫിനോമിനയിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപവർത്തനമാണ്, അല്ലെങ്കിൽ നമ്മൾ റിഫ്രാക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതാ നോക്കിയേ, ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. അതായത് നമ്മളിപ്പോൾ കണ്ടു, നമ്മൾ രണ്ട് മാധ്യമം എടുക്കുന്നു. ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമം. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണേ. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു മാധ്യമം എടുത്തു, ഫസ്റ്റ് മാധ്യമം, ഇവിടെ ഒരു സെക്കൻഡ് മാധ്യമം. ഈ രണ്ട് മാധ്യമത്തിൻ്റെയും പ്രകാശിക സാന്ദ്രതയ്ക്ക് വ്യത്യാസം വേണം. അതായത് പ്രകാശിക സാന്ദ്രത ഒരുപോലെയുള്ള രണ്ട് മാധ്യമങ്ങളിൽ നമുക്ക് ഈ ഒരു പ്രതിഭാസം കാണാൻ പറ്റില്ല. പ്രകാശിക സാന്ദ്രത രണ്ടെണ്ണം ഉള്ളൊരു മാധ്യമം എടുത്തിരിക്കണം. ആദ്യത്തതിന് ഒരു പ്രത്യേക പ്രകാശിക സാന്ദ്രത വേണം, രണ്ടാമത്തതിന് മറ്റൊരു പ്രകാശിക സാന്ദ്രതയുള്ള മറ്റൊരു മാധ്യമം. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുന്നു. ഇങ്ങനെ വരുന്നു. ചരിഞ്ഞു പതിക്കുമ്പോൾ ഇതാ നോക്കിയേ, മാധ്യമങ്ങളുടെ വിഭജന തലം, ഈ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇങ്ങനെ വന്ന ആള് ചെറുതായിട്ട് ദിശയ്ക്ക് മാറ്റം സംഭവിച്ചു. എവിടെ വെച്ചാണ് അത് സംഭവിച്ചത്? നമ്മുടെ വിഭജന തലത്തിൽ. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ കണ്ടത്? വിഭജന തലത്തിൽ ചരിഞ്ഞു വരുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഈ ഒരു പ്രതിഭാസത്തിന് നമ്മൾ അന്നേരം പേര് കൊടുത്തില്ല. ആ പ്രതിഭാസത്തിന്റെ പേരാണ് അപവർത്തനം. ഓക്കെ, അപ്പൊ അപവർത്തനം നടക്കുന്ന കണ്ടീഷൻസിൽ ഒന്നാണ് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മാധ്യമം. പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കണം. അടുത്ത പോയിന്റ് ചരിഞ്ഞു പ്രവേശിക്കുക. മൂന്നാമത്തെ പോയിന്റ് വിഭജന തലത്തിൽ വെച്ച് ദിശാവ്യതിയാനം. ഓക്കെ, എങ്കിൽ മാത്രമേ അപവർത്തനം നടക്കൂ. ആദ്യത്തെ പോയിന്റ് എന്താ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ എന്താ രണ്ട് മാധ്യമം എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ആദ്യത്തെ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത മെഷർ ചെയ്തപ്പോൾ എനിക്ക് 1.5 കിട്ടിയെന്ന് വിചാരിക്കാം. ആദ്യത്തെ മാധ്യമത്തിൻ്റെ. ഞാൻ രണ്ടാമതൊരു മാധ്യമം എടുക്കുന്നു, അതിൻ്റെയും പ്രകാശിക സാന്ദ്രത 1.5. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ചരിച്ചൊരു പ്രകാശം വന്നു കഴിഞ്ഞാൽ ഈ പ്രകാശം അതുപോലെ തന്നെ ആയിരിക്കും അടുത്ത മാധ്യമത്തിലൂടെ പോകുന്നത്. അപ്പോൾ ഇവിടെ അപവർത്തനം സംഭവിച്ചോ? ഇല്ല. അതായത് നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ നമുക്ക് കിട്ടി. മാധ്യമങ്ങളുടെ രണ്ടുപേരുടെയും പ്രകാശിക സാന്ദ്രത ഒരുപോലെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ
ചെയ്യാൻ പറ്റില്ല? അവിടെ അപവർത്തനം സംഭവിക്കില്ല. കാരണം എങ്ങനെയാണോ പ്രകാശം വന്നത് പ്രകാശം അതുപോലെ തന്നെ തിരിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് പ്രകാശിക സാന്ദ്രതയിൽ എന്ത് വേണം? വ്യത്യാസം വേണം. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന രണ്ട് മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത ഒരുപോലെ വന്നൂടെ? ആ ഒരു കേസിൽ നമുക്ക് എന്ത് കിട്ടില്ല? അപവർത്തനം കിട്ടില്ല. അപവർത്തനം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു പ്രകാശിക സാന്ദ്രതയിലെ വ്യത്യാസം വേണം. ഫോർ എക്സാമ്പിൾ ഞാൻ 1.5 1.6 എടുക്കുള്ള ഒരു മാധ്യമം എടുക്കുന്നു. ഇവിടെ രണ്ടും വ്യത്യാസമാണ് അല്ലേ? ഒരാൾക്ക് 1.5 ഒരാൾക്ക് 1.6. അപ്പോൾ ഉറപ്പായിട്ടും പ്രകാശരശ്മി വരുമ്പം അതിന് ചെറുതായിട്ട് അപവർത്തനം സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. സെക്കൻഡ് നോക്കിയേ, ചരിഞ്ഞ് പ്രവേശിക്കുമ്പം. കാരണം നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പെരിമെന്റിൽ കണ്ടു ലംബമായിട്ട് വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ ഒന്നാമത്തെ മാധ്യമം, ഇത് രണ്ടാമത്തെ മാധ്യമം. ഇപ്പം ആദ്യത്തെ മാധ്യമത്തിലേക്ക് ലംബമായിട്ട് വന്നാൽ അതേപോലെ തന്നെ പോകുമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അപവർത്തനം സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ അപവർത്തനം സംഭവിക്കണമെങ്കിൽ ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, അതായത് ഇതുപോലെ നമ്മുടെ രശ്മി ചരിഞ്ഞ് വരുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കൂ? നമുക്ക് അപവർത്തനത്തിലൂടെ വേറൊരു രശ്മിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കിട്ടത്തോള്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചരിഞ്ഞ് പ്രവേശിക്കണം. ഇനി വിഭജന തലത്തിന് വെച്ചാണ് എൻ്റെ ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ തരുന്നത്, ഇങ്ങനെ തരുന്നു, എന്നിട്ട് ഇതാ ഇങ്ങനെ വ്യത്യാസം സംഭവിക്കുന്നു. ഇത് കറക്റ്റ് ആണോ? ഇത് ആ വിഭജന തലത്തിൽ വെച്ചാണോ നടന്നത്? വിഭജന തലം എന്ന് പറഞ്ഞാൽ ഇവിടാണ്. വിഭജന തലത്തിൽ വെച്ച് മാത്രമേ എപ്പോഴും എന്ത് സംഭവിക്കുക? ബെൻഡിങ് സംഭവിക്കൂ. വിഭജന തലത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ബെൻഡിങ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വിഭജന തലം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഓക്കെ ആയല്ലോ? ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മുടെ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ പിക്ചർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ്. അപ്പോൾ അതാ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് എടുക്കുന്നു. അപ്പം നമുക്കറിയാം എന്താ ഇവിടെ എയർ മാത്രമേ ഉള്ളൂ അല്ലേ? വായു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വായുവിൽ മാത്രമുള്ള ഇതിനകത്ത് നമ്മൾ ഒരു സ്ട്രോ ഇടുക. ഇവിടെ നമ്മളൊരു സ്ട്രോ ഇടുന്നു. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയേ, ഈ സ്ട്രോ വെക്കുമ്പം ഇവിടെ പ്രകാശം ഒറ്റ മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഈ എയറിലൂടെ മാത്രമായി ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഇവരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലേ? കാരണം വേറെ മാധ്യമമൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുകയാണ്. അപ്പം പ്രകാശം ഇവിടെ മൊത്തം ഇതിന് ചുറ്റും എയറാ, ഇവിടെ എല്ലാം എയറാ. അപ്പൊ എയറിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നേരെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കിയേ, നമ്മൾ വെള്ളം നിറയ്ക്കുന്നു. അപ്പൊ എന്ത് പറ്റും? ഇവിടെ വെള്ളം നിറയ്ക്കുമ്പം ഇവിടെ എയറാണ്, ഇവിടെ വാട്ടർ ആണ് അല്ലേ? ഇപ്പൊ രണ്ട് മാധ്യമം അല്ലേ? അപ്പൊ പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചു. ഇവിടെ എത്തിക്കഴിയുമ്പം രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. ഇത് കണ്ടോ? ഇവിടാണ് കേട്ടോ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ. നോക്കിയേ, ഈ പോയിന്റ് കണ്ടോ? ഇവിടാണ് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ. അപ്പൊ ഇങ്ങനെ വരുന്ന ആള് എന്ത് ചെയ്യുന്നു? ആ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ വെച്ചിട്ട് അയാൾക്ക് റിഫ്രാക്ഷൻ സംഭവിച്ചത് മറ്റൊരു പാത നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ എയറും വാട്ടറും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ വിഭജന തലത്തിൽ വെച്ചിട്ട് ആ രശ്മിക്ക് എന്ത് സംഭവിക്കും? അതിന് അപവർത്തനം സംഭവിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ആളെ ഇങ്ങനെ ചെറുതായിട്ട് വളഞ്ഞാണ് കിട്ടിയത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നും നമ്മുടെ സ്ട്രോ ഒടിഞ്ഞു കിടക്കുകയാണ്. ഇതേ കേസ് തന്നെയാണ് വെള്ളത്തിലോ മറ്റോ ഇട്ടിരിക്കുന്ന ഒരു പെൻസില് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന കേട്ടോ. കാരണം മുകളിൽ ഇങ്ങനെ ഇരിക്കും, താഴെ ഇങ്ങനെ ചരിഞ്ഞു ഇരിക്കും. അതിന് കാരണം എന്താ? അവിടെ രണ്ട് മാധ്യമമുണ്ട്. അപ്പോൾ രണ്ട് മാധ്യമത്തിലൂടെ പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പം അവിടെ എന്ത് പറ്റും? വിഭജന തലത്തിൽ വെച്ചിട്ട് ഒരു രശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അടുത്തതാണ് അപവർത്തനാങ്കം. ഈ അപവർത്തനാങ്കം കൂടെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അപവർത്തന നിയമങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ അപവർത്തന നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് അപവർത്തനാങ്കവും കൂടെ പറയണം. അപ്പോൾ ഇതാ നോക്കിയേ, പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗതയും ഒരു മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള ആനുപാതിക സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. നമ്മൾ അപവർത്തനാങ്കം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശൂന്യതയിലെ വേഗത, ശൂന്യതയിൽ ഇതിന് എത്രമാത്രം വേഗതയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ബൈ മാധ്യമത്തിലെ വേഗത. ഇത് തമ്മിൽ എടുത്തിട്ട് നമ്മൾ റേഷ്യോ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അപവർത്തനാങ്കം കിട്ടുന്നത്. അതായത് അപവർത്തനാങ്കം എന്ന് പറയുന്നത് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. ശൂന്യതയിൽ നമ്മൾ പ്രകാശം എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു നമ്മൾ നോട്ട് ചെയ്യുന്നു. നിങ്ങൾ ഓർത്ത് വെക്കുക, ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ഫിക്സ്ഡ് ആണ്. അതിനെ നമ്മൾ സി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ഇതൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്, 3 × 10⁸.
ഇനി ഞാനൊരു മാധ്യമം എടുക്കുന്നു. ഇപ്പം എനിക്ക് ഡയമണ്ട്, ഞാനൊരു ഡയമണ്ട് എടുത്തിട്ട് ആ ഡയമണ്ടിൻ്റെ അപവർത്തനാങ്കം കണ്ടുപിടിക്കാൻ പോവാം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യും? ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത, അത് ഓൾറെഡി നമ്മുടെ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ m/s ആണ്. ഇനി ഞാൻ നോക്കുകയാണ് ഈ ഡയമണ്ടിൽ പ്രകാശത്തിന് എത്ര വേഗത ഉണ്ടെന്ന് ഞാൻ നോക്കി. ഞാൻ ഡയമണ്ടിലുള്ള ഒരു പ്രകാശത്തിൻ്റെ വേഗത ഇപ്പോൾ എനിക്ക് എക്സ് എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ശൂന്യതയിൽ കിട്ടിയ വേഗത ബൈ ഡയമണ്ടിലുള്ള പ്രകാശ വേഗത, ഇങ്ങനെ ചെയ്യുമ്പം കിട്ടുന്നതാണ് അപവർത്തനാങ്കം. പക്ഷെ ഇപ്പൊ ആരുടെ അപവർത്തനാങ്കം എനിക്ക് കിട്ടിയേ? ഡയമണ്ടിന്റെ അല്ലേ? കാരണം ഡയമണ്ടിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത കൊണ്ടാണ് നമ്മൾ ഹരിച്ചത്. അപ്പൊ എനിക്ക് കിട്ടുന്നത് ഡയമണ്ടിന്റെ അപവർത്തനാങ്കം. ഓക്കെ, എൻ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് കേട്ടോ നമ്മൾ എഴുതുന്നത്, എൻ. ഇനി ഞാൻ ഇതുപോലെ തന്നെ ഡയമണ്ടിന് പകരം ഞാൻ ജലം എടുത്തു, ഞാനിപ്പോൾ വാട്ടർ എടുത്തു. അപ്പോൾ ഞാൻ വാട്ടറിൻ്റെ കേസിലും ആദ്യം നോക്കി ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗത. ശൂന്യതയിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയെ നമ്മൾ സി കൊണ്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്, സി ബൈ. ഇനി മാധ്യമത്തിലൂടെയുള്ള വാട്ടറിൽ എത്രമാത്രം വേഗത ഉണ്ടെന്ന് കിട്ടി, വാട്ടറിലുള്ള പ്രകാശ വേഗത. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താ? ജലത്തിലുള്ള അപവർത്തനാങ്കം. ഓക്കെ, അപ്പോൾ നമ്മൾ അപവർത്തനാങ്കം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സി ബൈ വി. സി എന്ന് പറയുന്നത് ശൂന്യതയിൽ അത് എത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കുന്നു, ബൈ മാധ്യമത്തിൽ അതിന് എത്രമാത്രം വേഗതയുണ്ട്. പ്രകാശത്തിന്റെ കേസാണ് കേട്ടോ. പ്രകാശത്തിന് ശൂന്യതയിൽ എത്ര വേഗതയുണ്ട്, ബൈ മാധ്യമത്തിൽ എത്ര വേഗതയുണ്ട്. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അപവർത്തനാങ്കം. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെ അപവർത്തനാങ്കം എന്തായിരിക്കും? വ്യത്യസ്തമല്ലേ? കാരണം മാധ്യമം മാറുന്നതനുസരിച്ച്, നമ്മളിപ്പം വായു എടുത്താൽ വായുവിനൊരു അപവർത്തനാങ്കമായിരിക്കും. ഇപ്പൊ ഡയമണ്ട് എടുത്താൽ ഡയമണ്ടിന് ഒരു അപവർത്തനാങ്കമായിരിക്കും. അപ്പൊ അപവർത്തനാങ്കം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓർത്ത് വെക്കുക, n=c/v. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപവർത്തനാങ്കത്തിന്റെ യൂണിറ്റ് എന്താണ്. കാരണം ഇത് ഇക്കഴിഞ്ഞ ഒരു എക്സാമിനും ചോദിച്ചു, LPUP 2024 നടന്ന LPUP എക്സാമിനും ചോദിച്ചു, ഇക്കഴിഞ്ഞ ഏതോ എക്സാമിനും ഈ ക്വസ്റ്റ്യൻ കയറി ചോദിച്ചതാണ്. അതുകൊണ്ട് മിക്കവാറും എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപവർത്തനാങ്കത്തിന്റെ യൂണിറ്റ്. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നോക്കിയേ, നമ്മൾ പഠിച്ചു n അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ c/v ആണ്. അപ്പൊ c എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റിന്റെ വെലോസിറ്റി അല്ലെ, പ്രകാശത്തിന്റെ വെലോസിറ്റി. എവിടെ? ശൂന്യതയിൽ പ്രകാശത്തിന് എത്രമാത്രം വെലോസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, വെലോസിറ്റി വേഗത, ഇതിന്റെ ഒക്കെ യൂണിറ്റ് എന്താ? പ്രവേഗത്തിന്റെ ആയിക്കോട്ടെ വേഗത ആയിക്കോട്ടെ, രണ്ടും നമ്മൾ മെഷർ ചെയ്യുന്നത് m/s ആണ്. അപ്പൊ നമ്മൾ പ്രകാശത്തിന് ശൂന്യതയിൽ എത്ര വേഗതയുണ്ട് ബൈ. ഇനിയിപ്പോ നോക്കിയേ, മാധ്യമത്തിൽ എത്ര വേഗതയുണ്ട്, മാധ്യമത്തിൽ എത്ര വേഗത, വീണ്ടും വേഗത തന്നെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ m/s. രണ്ടിടത്തും ഒരേ ആളല്ലേ, അപ്പം നമുക്ക് ഇവനെ കട്ട് ചെയ്ത് കളയാം. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് 1 ആണ് കിട്ടിയത് അല്ലേ. എന്തെങ്കിലും യൂണിറ്റ് വന്നോ, എന്തെങ്കിലും എം എന്നോ എസ് എന്നോ എന്തെങ്കിലും വന്നോ? അപ്പം ഇവിടെ എന്തില്ല? യൂണിറ്റ് ഇല്ല. കാരണം നമുക്ക് മീറ്റർന്നോ അല്ലെങ്കിൽ സെക്കൻഡെന്നോ കിലോഗ്രാമെന്നോ അല്ലെങ്കിൽ kg/s എന്നോ അങ്ങനെ എന്തെങ്കിലും വരണം. അങ്ങനെ എന്തെങ്കിലും വന്നോ? ഇല്ല. അതിനർത്ഥം നമ്മുടെ അപവർത്തനാങ്കത്തിന് ഒരു യൂണിറ്റും ഇല്ല. യൂണിറ്റ് ഇല്ലാത്ത ഒരളവാണ് അപവർത്തനാങ്കം. ഈ യൂണിറ്റ് ഇല്ലാത്ത അളവുകൾ നമ്മൾ എപ്പോഴും നോക്കി വെക്കുക, കാരണം അതെന്തായാലും PSC എടുത്ത് ചോദിക്കും. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, അപവർത്തനാങ്കം നമ്മൾ c/v വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. c എന്ന് പറയുന്നത് ശൂന്യതയിൽ അതിന് എത്ര വേഗതയുണ്ട്, v എന്ന് പറയുന്നത് മാധ്യമത്തിൽ എത്ര വേഗതയുണ്ട്. രണ്ടും വേഗതയാണ്, രണ്ടും കട്ട് ചെയ്ത് കളയാം. സോ അപവർത്തനാങ്കത്തിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓക്കെ, നമ്മൾ അപവർത്തനാങ്കം കാൽക്കുലേറ്റ് ചെയ്യാൻ വരെ പഠിച്ചു. ഇനി നമുക്ക് അപവർത്തനാങ്കത്തെ പറ്റി, നമ്മൾ എന്താണ് അപവർത്തനാങ്ക നിയമങ്ങൾ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ പ്രകാശത്തിൽ വരുന്ന മാറ്റത്തെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിട്ട് വേണം നിയമത്തിലേക്ക് പോകാൻ. അപ്പോൾ അതാ നോക്കിയേ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തനരശ്മി, പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. അതായത് നമ്മൾ അപവർത്തന നിയമങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ അപവർത്തന നിയമങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്, അതിന് മുന്നേ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ,
ഞാനിവിടെ ഒരു രശ്മിയെ ചരിച്ച് പതിപ്പിച്ചു. അപ്പോൾ ഈ പതിക്കുന്ന രശ്മി ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പതനരശ്മി. ഇതല്ലേ വന്ന് നമ്മുടെ സർഫസിലോട്ട് പതിക്കുന്നേ. അപ്പോൾ ഇവനെ നമുക്ക് പതനരശ്മി എന്ന് വിളിക്കാം. ഇത് പതിച്ചിട്ട് നമ്മൾ കാണാം, നമുക്കറിയാം ഇവൻ ഇങ്ങനെ വന്ന് പതിക്കും. ഈ രണ്ടുപേരുടെയും വിഭജന തലത്തിൽ വെച്ചിട്ട് അവൻ എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കുന്നു. അപ്പോൾ അപവർത്തനം സംഭവിച്ച രശ്മിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അപവർത്തന രശ്മി. അപവർത്തന രശ്മി എന്ന് വിളിക്കാം. അപ്പോൾ പതനരശ്മിയുണ്ട്, അപവർത്തന രശ്മിയുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചൂടെ? ഈ ഒരു പോയിന്റിൽ, അതായത് ഈ പതിച്ച പോയിന്റിൽ, അതായത് എവിടെയാണോ അത് വന്ന് പതിക്കുന്നത് അവിടെ തന്നെയാണ് ഇതിന് എന്ത് സംഭവിക്കുന്നത്? ദിശാവ്യതിയാനവും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ നമുക്ക് പതന ബിന്ദു എന്ന് വിളിക്കാം കേട്ടോ. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പതന ബിന്ദു. അപ്പോൾ ഈ പതന ബിന്ദുവിൽ നിന്ന് ഞാൻ ഒരു ലംബം വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലംബം. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അപവർത്തന നിയമങ്ങളിലെ ആദ്യത്തെ പോയിന്റ് പതനരശ്മി, ലംബം, അപവർത്തന രശ്മി ഇവയെല്ലാം ഒരു പ്ലെയിനിലായിരിക്കും. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഒറ്റ പ്ലെയിനിലായിരിക്കും നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ പല കുട്ടികൾക്കും ഡൗട്ടാ, അയ്യോ ഒരാളിതാ ഇവിടെ അല്ലേ നിൽക്കുന്നത്, ഒരാളിതാ ഇവിടെ നിൽക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നു, അപ്പോൾ ഇത് രണ്ടും രണ്ട് പ്ലെയിൻ അല്ലേ? അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ യൂഷ്വലി പറയുന്ന നമ്മുടെ XYZ കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നിന്ന് നോക്കുമ്പോൾ ഈ പതനരശ്മിയും ലംബവും അപവർത്തന രശ്മിയെല്ലാം ആ ഒരൊറ്റ പ്ലെയിനിലായിരിക്കും നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പതനരശ്മി, അപവർത്തന രശ്മി, ലംബം ഇവയെല്ലാം ഒരു പ്ലെയിനിലായിരിക്കും. ഇതാണ് അപവർത്തന നിയമത്തിന്റെ ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് പറഞ്ഞേ, പതനരശ്മി, ലംബം, അപവർത്തന രശ്മി ഇവയെല്ലാം ഒറ്റ പ്ലെയിനിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, അതാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, പതന ബിന്ദുവിലെ ലംബം എന്നിവ എന്ത് ചെയ്യും? ഒരു തലത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു പ്ലെയിനിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ് കേട്ടോ. XYZ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന പ്ലെയിൻ ഇല്ലേ, ആ പ്ലെയിൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഞാനിപ്പം രണ്ട് മാധ്യമം എടുക്കുകയാണ്. ഇത് ഒന്നാമത്തെ മാധ്യമം, ഇത് രണ്ടാമത്തെ മാധ്യമം. ഇവിടെ ഒരു രശ്മി വന്ന് പതിക്കുന്നു. ഈ ഒന്നാമത്തെ മാധ്യമത്തിന്റെ പ്രത്യേകത, അതൊരു പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം. ഓക്കെ, അപ്പോൾ ഒരു കുറഞ്ഞ മാധ്യമത്തിൽ നിന്നാണ് രശ്മി വരുന്നത്. അതായത് നമ്മൾ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം എന്ന് പറഞ്ഞാൽ എയർ ആണ് അല്ലെ, വായുവാണ്. അപ്പോൾ ഇത് അതുപോലെ വായു പോലുള്ള ഒരു പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണെന്ന് വിചാരിക്കുക. അതിന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കും അല്ലെ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമവും കുറഞ്ഞ മാധ്യമവും, അപ്പോൾ ഇവരിലേക്ക് ഒരു പ്രകാശം വന്നു കഴിഞ്ഞാൽ ഈ വിഭജന തലത്തിൽ വെച്ചിട്ട് അതിന് അപവർത്തനം സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഈ അപവർത്തനം സംഭവിച്ച രശ്മി നോക്കുകയാണെങ്കിൽ ഇവര് ഈ ലംബത്തോട് ചേർന്നായിരിക്കും പോകുന്നത്. ലംബത്തോട് ചേർന്ന്. അപ്പൊ ഞാനിത് ഓർത്തു വെച്ചിരിക്കുന്ന കോഡെന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ മാധ്യമത്തിലല്ലേ പറഞ്ഞത്, കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ലംബത്തോട് അടുക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, കുറഞ്ഞ മാധ്യമത്തിൽ നിന്നാണ് വരുന്നത്, അത് വരുന്നത് കുറഞ്ഞ ആളിൽ നിന്നല്ലേ. അപ്പൊ ഇവിടെ കിട്ടുന്ന ആൾ ഒരു കുഞ്ഞായിരിക്കും, ഒരു കുഞ്ഞ് ആംഗിൾ ആയിരിക്കും നമുക്കത് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ കുറഞ്ഞതിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ആംഗിളും ചെറുതായിരിക്കും. അതായത് നമ്മൾ ഈ ഇവിടെ നിന്നും പോകുന്ന അപവർത്തന രശ്മി നമ്മുടെ ലംബത്തോട് ചേർന്ന് പോകും. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ആംഗിൾ അല്ലേ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് ചരിഞ്ഞ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ, ചരിഞ്ഞ് വന്നാൽ മാത്രമേ അപവർത്തനമുള്ളൂ. ഓക്കെ, ലംബമായിട്ട് വന്ന അപവർത്തനമില്ലേ, അതുകൊണ്ടാണ് ഈ ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ എന്ന് എടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്. ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുത്ത് വരും. അപവർത്തന രശ്മി നമ്മുടെ ലംബത്തോട് ചേർന്നൊരു കുഞ്ഞാംഗിൾ ഫോം ചെയ്ത് പോകുന്നു. ഇനി അടുത്തത് നോക്കിയേ,
പ്രകാശക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക്. ഇനി ഇപ്പൊ തിരിച്ച് ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്, പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. നമുക്ക് ഡയമണ്ട് ആലോചിക്കാം. ഇവിടെ പ്രകാശിക സാന്ദ്രത കുറവാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കൂടുതലാണ്. ഒരിടത്ത് പ്രകാശിക സാന്ദ്രത കൂടുതൽ, അപ്പൊ കുറഞ്ഞിടത്തേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപ്പൊ ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ ആള് കൂടുതലാണ്, പ്രകാശിക സാന്ദ്രത കൂടിയെടുത്തു എന്നാണ്, കൂടുതലിൽ നിന്നും കുറവിലേക്കാണ് പോകുന്നത്. അപ്പൊ കൂടുതലാണ്. അപ്പൊ കൂടുതലായതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും വലുതായിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഇവര് നമുക്ക് കാണാൻ പറ്റും ലംബത്തിൽ നിന്നും വളരെ അകലെയായിരിക്കും പോകുന്നത്. ഇതല്ലേ നമ്മുടെ ലംബം. അപ്പൊ ലംബത്തിൽ നിന്നും വളരെ അകന്നായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ കൂടുതലായിരിക്കത്തില്ലേ? അങ്ങനെ വെച്ചത് ഓർത്താൽ മതി കേട്ടോ. അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും, കൂടിയതിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ആ ആള് വലിയൊരു ആംഗിൾ ഫോം ചെയ്യും. ആംഗിൾ വലുതാവണമെങ്കിൽ ഇവൻ അങ്ങ് അകന്നകന്ന് പോകണ്ടേ? ഇങ്ങനെ അടുത്തിരുന്നാൽ ചെറിയ ആംഗിൾ, ഇപ്പൊ അങ്ങ് അകന്ന് പോയില്ലേ, എന്നാലും നമുക്ക് എന്ത് കിട്ടും? വലിയ ആംഗിൾ കിട്ടും. എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, സോ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ചരിഞ്ഞു വരുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു. ലംബത്തിൽ നിന്നും ഒരുപാട് അകന്നു പോയി വലിയൊരു ആംഗിൾ അവിടെ ഫോം ചെയ്യുന്നു. ഇത്രയും ഓക്കെ അല്ലേ? അടുത്തത് നോക്കിയേ, മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ടതാ. നമ്മുടെ വിഭജന തലത്തിലേക്ക് ലംബമായിട്ടാണ് ഒരു രശ്മി വരുന്നതെങ്കിൽ അതിനൊരു മാറ്റവും സംഭവിക്കാതെ അതുപോലെ തന്നെ അത് പോവും. അതിന് അപവർത്തനം സംഭവിക്കുമോ? ഇല്ല. ഇത് നമ്മുടെ അപവർത്തനവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് കേട്ടോ. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 പേരെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഹെഡിങ് കൊടുക്കാതെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപവർത്തനം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എന്താണ് പ്രധാന അപവർത്തന നിയമങ്ങൾ എന്ന് ചോദിച്ചാൽ അതിൽ 2 എണ്ണേ വരുന്നുള്ളൂ. അത് നമുക്ക് നോക്കാം. ഒരു പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, സമ്പർക്ക തലത്തിലെ പതന ബിന്ദുവിലൂടെയുള്ള ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, പതനരശ്മി, അപവർത്തന രശ്മി, ഇത് പതനരശ്മി, പതന ബിന്ദുവിലെ ലംബം, അപവർത്തന രശ്മി എല്ലാം ഒറ്റ പ്ലെയിൻ ആണ്. നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാർട്ടീഷ്യൻ XYZ പ്ലെയിനിലായിരിക്കും ഇവര് നിലനിൽക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതൊക്കെ നമ്മൾ ആ പടം വരയ്ക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഈ അകന്നു പോകുന്നോ അടുത്ത് വരുന്നോ എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ ഇനി അടുത്ത പോയിന്റ് എന്താണ്? അപവർത്തന നിയമത്തിലെ 2ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പതന കോണിന്റെ സൈനും അപവർത്തന കോണിന്റെ സൈനും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരം സംഖ്യയാണ്. ഇതിനെയാണ് സ്നെല്ലിന്റെ അപവർത്തന നിയമം എന്ന് വിളിക്കുന്നത്. പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോണളവിനെയാണ് പതന കോണളവ് എന്ന് വിളിക്കുന്നത്. അതുപോലെ അപവർത്തന രശ്മിയും ലംബവും തമ്മിലുള്ള കോണിനെയാണ് അപവർത്തന കോണളവ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പോലെ ഒരു പ്രകാശരശ്മി വരുന്നു. ഇവിടെ നമുക്കൊരു ലംബം വരയ്ക്കാം. പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിച്ചു. അപ്പൊ നോക്കിയേ, പതിക്കുന്ന രശ്മി, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വന്ന് പതിക്കുന്ന ആള് പതനരശ്മി. ഇതിനെ നമ്മൾ പതനരശ്മി എന്ന് വിളിച്ചു. ഇതിനെ നമ്മൾ ലംബം എന്ന് വിളിച്ചു. ഇതിനെ നമ്മൾ അപവർത്തന രശ്മി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, പതനരശ്മിയും ലംബവും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പതനകോൺ. ഓർത്തു നോക്കണേ, പതനരശ്മിയും ലംബവും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് പതനകോൺ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു അപവർത്തന രശ്മിയും ലംബവും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമുക്ക് എന്താന്ന് വിളിക്കാം? യെസ്, അപവർത്തനകോൺ. ഓക്കെ, പതനരശ്മിയും ലംബവും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ പതനകോൺ, അപവർത്തന രശ്മിയും നമ്മുടെ ലംബവും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ അപവർത്തനകോൺ. അപ്പൊ നമ്മുടെ അപവർത്തന നിയമങ്ങളിൽ ആദ്യത്തേതിൽ നമ്മൾ പറയും പതനരശ്മി, ലംബം, അപവർത്തന രശ്മി ഒരു പ്ലെയിനിൽ. ഇനി നമ്മൾ ഇവിടെ ആംഗിളിനെ സ്പെസിഫൈ ചെയ്ത് പറയണം. അതായത് സൈൻ ഓഫ് പതനകോൺ ബൈ സൈൻ ഓഫ് അപവർത്തന കോൺ
പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് ചെയ്ത് നോക്കി, അതായത് ഞാനിവിടെ ഓരോ പതനകോൺ എടുക്കുന്നു. നമ്മൾ ഈ സൈൻ കോസ് ടാൻ എന്നൊക്കെ പറഞ്ഞ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലേ, അതിൽ ഞാൻ ഈ പതനകോണിന്റെ സൈൻ വിലയും എടുക്കുന്നു, അതുപോലെ തന്നെ അപവർത്തന കോണിന്റെ സൈൻ വിലയും എടുക്കുന്നു. അപ്പൊ എനിക്ക് 2 വാല്യൂ കിട്ടുമല്ലോ. ഇപ്പൊ എനിക്കൊരു സൈനിന്റെ പതനകോൺ ഇപ്പൊ എനിക്കൊരു 3 കിട്ടിയെന്ന് വിചാരിക്കാം, അപവർത്തന കോൺ എനിക്ക് 1.5 കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, സൈൻ ഓഫ് പതനകോണും 3 കിട്ടി, സൈൻ ഓഫ് അപവർത്തന കോൺ 1.5 കിട്ടി. ഇത് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും വാല്യൂ? 2 എന്ന് കിട്ടും അല്ലേ. 3നെ 1.5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 1.5 ചേരുന്നതാണ് 3. സോ 3നെ 1.5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ഈ 2 ഇതെന്താ പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ, ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന അറിയാമോ? അതിന്റെ അപവർത്തനാങ്കത്തെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടെത്തിയില്ലേ, അപവർത്തനാങ്കം യൂണിറ്റ് ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു, C/V ആണ്. അതായത് പ്രകാശത്തിന് ശൂന്യതയിൽ എത്ര വേഗതയുണ്ട് ബൈ മാധ്യമത്തിൽ എത്ര വേഗതയുണ്ട് അതിന് തുല്യമായിരിക്കും. ഓക്കെ, സൈൻ I ബൈ സൈൻ R എന്ന് പറയുന്നത് സൈൻ ഓഫ് പതനകോൺ ബൈ സൈൻ ഓഫ് അപവർത്തന കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപവർത്തനാങ്കമാണ്. നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? അപവർത്തനാങ്കമായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോസ്റ്റിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ, ലോ ഓഫ് റിഫ്രാക്ഷൻ, അല്ലാതെ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടു, ഒരു അപവർത്തനം സംഭവിക്കുമ്പം പതനരശ്മി, അപവർത്തനരശ്മി, ലംബം എന്നിവ ഒരു പ്ലെയിനിലായിരിക്കും. രണ്ടാമത്തത് പതനകോണിന്റെ സൈനും അപവർത്തന കോണിന്റെ സൈനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അതിനകത്ത് ഈ 2 ലോ ഉണ്ട്. ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ലോയും ഉണ്ട്, ഇപ്പൊ പറഞ്ഞ ഇതുമുണ്ട്. ഇതിൽ രണ്ടാമത്തെ ലോ കണ്ടെത്തിയത് നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, സൈൻ ഓഫ് പതനകോൺ ബൈ സൈൻ ഓഫ് അപവർത്തന കോൺ എന്ന് പറയുന്നത് അപവർത്തനാങ്കം ആണ്, അല്ലെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇത് കണ്ടെത്തിയത് ഒരു സ്നെൽ എന്ന്, ബില്ലിബോർഡ് സ്നെൽ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ നിയമത്തിന് അദ്ദേഹം പേര് നൽകി സ്നെൽ നിയമം. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സ്നെൽസ് നിയമം ഏതാണ് കേട്ടോ. സ്നെൽസ് നിയമം എന്ന് പറയുന്നത് നമ്മുടെ അപവർത്തനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ നിയമമാണ്. ആദ്യത്തെ നിയമത്തിന് പ്രത്യേക പേരൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തെ നിയമമായിട്ടുള്ള സൈൻ ഓഫ് പതനകോൺ ബൈ സൈൻ ഓഫ് അപവർത്തന കോൺ ഒരു സ്ഥിര സംഖ്യയാണ്. ഇത് എന്ത് ലോയാണ്? നമ്മുടെ സ്നെൽ നിയമമാണ്. ഇതിനെ നമ്മൾ സ്നെൽസ് നിയമം എന്നാണ് വിളിക്കുന്നത്. സ്നെൽസ് ലോ, സ്നെല്ലിന്റെ അപവർത്തന നിയമം എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലോ ഓഫ് റിഫ്രാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? 2 കേസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പതനരശ്മി, അപവർത്തന രശ്മി, ലംബം ഒരു പ്ലെയിനിൽ നിൽക്കും. സൈൻ ഓഫ് പതനകോൺ ബൈ സൈൻ ഓഫ് അപവർത്തന കോൺ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിനെ നമുക്ക് അപവർത്തനാങ്കം എന്ന് പറയാം. ഇത് മുന്നോട്ട് വെച്ചത് സ്നെല്ലാണ്. അതുകൊണ്ട് ഈ നിയമത്തെ നമ്മൾ സ്നെല്ലിന്റെ അപവർത്തന നിയമം എന്നും വിളിക്കും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ അപവർത്തനം എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മൾ കണ്ടു ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം വരുമ്പം അതിൻ്റെ പാതയ്ക്കൊരു വ്യതിയാനം. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രതയ്ക്ക് വ്യത്യാസം വരണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞു വേണം പതിക്കാൻ. പിന്നെ വിഭജന തലത്തിൽ വെച്ചിട്ടായിരിക്കും ഇത്തരത്തിലൊരു മാറ്റം സംഭവിക്കുന്നത്. പിന്നെ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്ക് പോകുമ്പം ഓർത്തെ, കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയെന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിൾ ആണ്, അതായത് അത് നോർമലിനോട് ചേർന്ന് വരുന്നു. ഇനി കൂടുതൽ പ്രകാശിക സാന്ദ്രത കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ചേ, കൂടുതൽ നിന്നല്ലേ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? വലിയ കോൺ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? ലംബത്തിൽ നിന്നും അകന്നു പോകണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കണേ. ഇനി നമ്മൾ നിത്യജീവിതത്തിൽ എവിടെയൊക്കെയാണ് അപവർത്തനം കാണുന്നത് ഇതും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ ആദ്യം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ലാബിലൂടെ അപവർത്തനമാണ്. നമ്മളിത് യൂഷ്വലി സ്കൂളിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു പരീക്ഷണമായിരിക്കും. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് ലാബിലേക്ക് ലൈറ്റിനെ വന്ന് ഇൻസിഡന്റ് ചെയ്യിക്കുന്നു. ഇവിടെ ഒരു ലൈറ്റ് വന്ന് വീഴുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ലൈറ്റ് ഇങ്ങനെ വീണിട്ട് ഇവിടെ കണ്ട് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇങ്ങനെയാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഫിഗർ നിങ്ങൾ നോക്കിയേ, ലൈറ്റ് വരുന്നു, അപവർത്തനം സംഭവിക്കുന്നു, ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഇങ്ങനല്ലേ നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതായത് ഒരു ഗ്ലാസ് ലാബിൽ നടക്കുന്നത് അപവർത്തനമാണ്. ആ വരുന്ന പ്രകാശപാത, ഇങ്ങനെ വന്ന പ്രകാശത്തിന് ഇത് എയർ ആണ് അല്ലേ, ഇത് ഗ്ലാസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം, ഒന്ന് വായു, മറ്റേത് ഗ്ലാസ്. അപ്പം വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്ക് രണ്ടും പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമായിട്ടുള്ള മാധ്യമമാണ്. അപ്പം ഗ്ലാസ്സിൽ നിന്നും
എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പ്രകാശം വരുമ്പോൾ ഇതല്ലേ നമ്മുടെ വിഭജന തലം. ഇവിടെ വെച്ചിട്ട് പ്രകാശത്തിന്റെ പാതയ്ക്ക് ചെറിയ മാറ്റം സംഭവിച്ചു. ഇങ്ങനെ വന്നിരുന്ന ആള് ദാണ്ടെ ഈ ഒരു പോയിന്റിൽ വെച്ച് ഇങ്ങനെ സഞ്ചരിച്ചു. വീണ്ടും നോക്കിയേ, വീണ്ടും ഇവിടെ ഗ്ലാസ്, ഇവിടെ എയർ. അപ്പൊ ഈ ഒരു പോയിന്റിൽ വെച്ചും എന്ത് സംഭവിക്കണം? മാറ്റം സംഭവിക്കണ്ടേ? അതിന്റെ ദിശ അതുപോലെ തന്നെ തുടരുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു രണ്ട് മാധ്യമമാണ് അല്ലെ. അപ്പൊ രണ്ട് മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാൽ രണ്ട് മാധ്യമത്തിന്റെ പ്രകാശക സാന്ദ്രത വ്യത്യാസവുമാണ്. ചരിഞ്ഞ് പതിച്ചാൽ അവർക്ക് എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് അപവർത്തനം സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപവർത്തനം സംഭവിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗ്ലാസ് ലാബിന്റെ ഒരു ചെറിയ പിക്ചർ മാത്രമേ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിലെ പിക്ചർ അതൊരു പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ ഒരു പിക്ചർ മാത്രമാണ് ഗ്ലാസ് ലാബിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എക്സ്പ്ലനേഷൻ ഒന്നും പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അപവർത്തനം നടക്കും ഗ്ലാസ് ലാബിൽ. എത്ര വട്ടം അപവർത്തനം നടക്കും? ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണാം, ഇവിടാണ് ഫസ്റ്റ് അപവർത്തനം നടക്കുന്നത്. ഇവിടെ ആ പാതയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം ആദ്യം അപവർത്തനം നടക്കുന്നത് ഇവിടാണ്. സെക്കൻഡ് ഈ പോയിന്റിലാണ് അപവർത്തനം നടക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ലാബിൽ പ്രകാശം പതിക്കുമ്പോൾ 2 വട്ടം അപവർത്തനം നടക്കുന്നുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ ഒരു അപവർത്തനം ഉണ്ട്, ഈ ഒരു പോയിന്റിൽ ഒരു അപവർത്തനം ഉണ്ട്. അപ്പൊ 2 അപവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടുത്തെ പതനകോൺ കണ്ടോ? ഈ പോയിന്റിൽ ഉണ്ടാവുന്ന പതനകോണും, അതായത് ഈ ഒരു പോയിന്റിൽ ഇപ്പൊ ഞാൻ നോക്കിയേ, ഈ ഒരു പോയിന്റ് ഞാനിപ്പോ ഒരു ലംബം വരയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പതനകോൺ കണ്ടുപിടിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പോയിന്റ് കണ്ടോ? ഇവിടെ ഇവിടെ ഉണ്ടാവുന്ന അപവർത്തന കോണും കണ്ടുപിടിക്കുന്നു. അതായത് നമുക്കറിയാം ഗ്ലാസ് ലാബിൽ 2 വട്ടം അപവർത്തനം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിലും സംഭവിക്കും, ഈ ഒരു പോയിന്റിലും സംഭവിക്കും. അപ്പൊ ആദ്യത്തെ പോയിന്റിൽ ഞാൻ പതനകോൺ മെഷർ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റിൽ, അതായത് ഈ പുറത്തേക്ക് പോകുന്ന സൈഡല്ലേ, അവിടുത്തെ അപവർത്തന കോണും കണ്ടുപിടിക്കുന്നു. ഇവിടുത്തെ പതനകോൺ ഇപ്പൊ എനിക്ക് 35 ആണെങ്കിൽ ഈ പോയിന്റിൽ അപവർത്തന കോണും 35 ആയിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും. അത് ഓർത്തു വെക്കണേ. ആദ്യത്തെ പോയിന്റിൽ ഉണ്ടാകുന്നത്, അതായത് ഈ പോയിന്റിൽ ഒരു പതനകോൺ ഉണ്ടായി, അതിന് തുല്യമായിട്ടുള്ള അപവർത്തന കോണായിരിക്കും നമുക്ക് രണ്ടാമത്തെ അപവർത്തന കോണായിട്ട് കിട്ടുന്നത്. ആദ്യം നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഉണ്ടാവുന്ന പതനകോൺ എത്രയാണോ അതേ വാല്യൂ ആയിരിക്കും ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന അപവർത്തന കോൺ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇത് +2ലും ഇതേ ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആ ഒരിനകത്തുള്ള ഒരു പോയിന്റാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത്. അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഗ്ലാസ് ലാബിൽ എന്ത് നടക്കും? അപവർത്തനം നടക്കും. അപ്പം നിത്യജീവിതത്തിൽ അപവർത്തനം നടക്കുന്ന ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് ഗ്ലാസ് ലാബ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാസ് ലാബിൽ അപവർത്തനം നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 വട്ടമാണ് അപവർത്തനം നടക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും 2 പോയിന്റിൽ, ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും 2 വട്ടം അപവർത്തനം ഉണ്ടാകും. ആദ്യത്തെ പോയിന്റിൽ ഉണ്ടാവുന്ന പതനകോണും രണ്ടാമത്തെ പോയിന്റിൽ ഉണ്ടാവുന്ന അപവർത്തന കോണും തുല്യവുമായിരിക്കും. ഇത്രയും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോകാം. നമ്മൾ അക്വേറിയത്തിലെ മീനെ കണ്ടിട്ടില്ലേ? നമ്മൾ അക്വേറിയത്തിലെ മീനെ നോക്കുമ്പം നമുക്ക് അത് അല്പം കൂടി ഉയർന്ന് കാണാൻ പറ്റും. ഇപ്പം ഇത് നമുക്ക് 2 കേസസ് വെച്ച് പറയാം കേട്ടോ. ഒന്ന്, നമ്മൾ അക്വേറിയത്തിലെ മീനെ ചരിഞ്ഞു നോക്കുന്നു. അതായത് നമ്മുടെ അക്വേറിയം ഇരിക്കുന്നു, നമ്മൾ അല്പം ദൂരെ നിന്ന് അവരിങ്ങനെ നോക്കുന്നു. അപ്പം നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശരശ്മി ചരിഞ്ഞായിരിക്കും പതിക്കുന്നത്. പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു? ചരിഞ്ഞു പതിക്കുന്നു. അപ്പം നമുക്കറിയാം ഈ എയർ എന്ന് പറയുന്ന വായുവും ജലവും 2 മാധ്യമമാണ്. 2 പേർക്കും പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു മാധ്യമത്തിലേക്ക്, 2 വ്യത്യസ്ത മാധ്യമങ്ങളിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പം വിഭജന തലത്തിൽ വെച്ച് നമ്മൾ പഠിച്ചു അപവർത്തനം സംഭവിക്കും. അപ്പോൾ ആക്ച്വലി മീൻ ഈ ഒരു പൊസിഷനിലാണ്, ഇവിടാണ് നമ്മുടെ മീൻ എന്ത് ചെയ്യുന്നത് ഉള്ളത്. പക്ഷേ നമ്മൾ ഈ കാണുന്ന ലൈറ്റ്, നമ്മൾ വരുന്ന ലൈറ്റ് നമ്മളങ്ങ് ദീർഘിപ്പിച്ച് വരയ്ക്കുമ്പം നമ്മൾക്ക് ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ മീനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടാണ് മീൻ, പക്ഷെ നമുക്ക് ഈ ഒരു പോയിന്റിൽ മീൻ ഉള്ളതുപോലെ തോന്നും അല്ലേ? ഇത് എന്തിന് ഉദാഹരണമാണ്? അപവർത്തനത്തിന് ഉദാഹരണമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യഥാർത്ഥ പൊസിഷനിൽ നിന്ന് നമ്മൾ അല്പം കൂടി ഉയർന്നു കാണുന്നു. യഥാർത്ഥത്തിൽ ഇവിടാണ് രൂപം കൊണ്ടത്, നമ്മൾ അല്പം കൂടി ഉയർന്നു കാണുന്നു. ഇനി നേരെ മറിച്ച് നിങ്ങൾ നോക്കിയേ, നമ്മൾ നേരെയാണ് നോക്കുന്നത്. അക്വേറിയത്തിൽ നമ്മൾ നേരെ നോക്കുകയാണ്. നമ്മൾ
വസ്തുവിനെ നേരെ നോക്കുന്നു. അപ്പം നിങ്ങൾ നോക്കിയേ, നേരെ നോക്കിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ പോകും. കാരണം നേരെ നോക്കുന്ന സമയം ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഇതാ നോക്കിയേ, ലൈറ്റ് നേരെ വരുന്നു, ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 അപ്പം നമുക്ക് എന്ത് ചെയ്യില്ല, അപവർത്തനം തോന്നില്ല. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ മീൻ എവിടെയാണോ അതിൻ്റെ യഥാർത്ഥ പൊസിഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മീനെ കാണാനായിട്ട് പറ്റും, യഥാർത്ഥ പൊസിഷനിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു മീനെ യഥാർത്ഥ പൊസിഷനിൽ കാണുമെങ്കിൽ നമ്മളൊന്ന് നേരെ നോക്കണം. ദൂരെ നിന്ന് നോക്കുന്നു, അപ്പോൾ നമ്മൾ ചരിഞ്ഞാണ് നോക്കുന്നത് എങ്കിൽ ഉറപ്പായും അവിടെ അപവർത്തനം സംഭവിക്കും. നമ്മൾ മീനെ അല്പം കൂടി ഉയർന്ന് കാണും. അപ്പോൾ ഇത് എന്തിനു ഉദാഹരണമാണ്, അപവർത്തനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ 2 അപവർത്തനങ്ങൾ കേസുകൾ ഇപ്പോൾ പഠിച്ചു അല്ലേ. ഒന്ന് ഗ്ലാസ് ലാബിൽ നോക്കിയ അപവർത്തനമുണ്ട്, ഗ്ലാസ് ലാബിൽ 2 പോയിന്റിലാണ് അപവർത്തനം സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ മീനെ നോക്കിക്കഴിഞ്ഞാൽ അക്വേറിയത്തിലെ മീനിന് അപവർത്തനം സംഭവിക്കുന്നത് കാണാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ എവിടൊക്കെയാണ് അപവർത്തനം. അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് മിന്നിത്തിളങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് ഒന്ന് സ്റ്റേറ്റ്മെന്റിലൂടെ വായിച്ചു നോക്കാം. നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലെ ആയതിനാൽ അവ പ്രകാശിത ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു. അതായത് നമുക്കറിയാം നമ്മുടെ അടുത്താണ്, അതായത് ഗ്രഹങ്ങളെല്ലാം വളരെ അടുത്താണ് അല്ലെ. ഭൂമിയോടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ അടുത്തുള്ള ഗ്രഹങ്ങളുമായിട്ട് വലിയ ദൂരമില്ല. പക്ഷേ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ സൂര്യനും ഒക്കെ വളരെ ദൂരെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവയെ ഒരു പ്രകാശിത ബിന്ദുക്കളെ പോലെ അല്ലെങ്കിൽ പോയിന്റ് ലൈറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ചെറിയ ചെറിയ പ്രകാശിത ബിന്ദുക്കൾ പോലെ തോന്നും. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തിച്ചേരുന്നത്. അപ്പം നമുക്കറിയാം അന്തരീക്ഷത്തിലെ വിവിധ ലെയറുകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചേരുന്നത്. അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം, മർദ്ദം, താപനില തുടങ്ങിയവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രതയും മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പോൾ ഓരോരോ ലെയറുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഡിഫറെന്റ് ലെയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെയറുകളുടെയും ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ വ്യത്യാസമല്ലേ. അതുകൊണ്ട് ഓരോ ലെയറിന്റെയും പ്രകാശിക സാന്ദ്രത വ്യത്യാസമായിരിക്കും. അപ്പൊ ഇവിടെ ഒരു പ്രകാശിക സാന്ദ്രത ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു 10 ആണെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്ത ലെയറിൽ എന്തായിരിക്കും, ഉറപ്പായിട്ടും 10 ആയിരിക്കില്ല, മറ്റൊരു വാല്യൂ ആയിരിക്കും, 15ഓ 20ഓ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പ്രകാശിക സാന്ദ്രതയുള്ള മാധ്യമമായിരിക്കും തൊട്ടടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ലെയറിന്റെയും പ്രകാശിക സാന്ദ്രത എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇത് കാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു. അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശകിരണങ്ങൾ പലതവണ ക്രമരഹിത അപവർത്തനത്തിന് ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരു സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയില്ല. ഇതാണ് നക്ഷത്ര മിന്നിത്തിളക്കത്തിന് കാരണം. അപ്പൊ നമ്മൾ ഇത്രയും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആയല്ലോ. പല പല ലെയേഴ്സ് ഉണ്ട്, ഓരോ ലെയേഴ്സിന്റെയും പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമാണ്. അപ്പൊ ദാ ഇവിടെ ഒരു പോയിന്റിൽ ഒരു നക്ഷത്രം നിൽക്കുന്നു. അപ്പൊ നക്ഷത്രത്തിൽ നിന്നുള്ള ഒരു പ്രകാശം ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ദാ ഇവിടെ ഒരു മാധ്യമം, ഇവിടെ മറ്റൊരു മാധ്യമം, പ്രകാശിക സാന്ദ്രതയ്ക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പോയിന്റിൽ വെച്ച് അത് എന്ത് സംഭവിക്കും, അതിന് അപവർത്തനം സംഭവിക്കും. അതാണ് നമ്മൾ കണ്ടത്. ഈ ഒരു പോയിന്റിൽ താണ്ടെ അതിന് അപവർത്തനം സംഭവിക്കുന്നു. വീണ്ടും ദാ അടുത്തൊരു പോയിന്റിൽ ഇവിടെയും ഈ ഒരു മാധ്യമത്തിലും പ്രകാശക സാന്ദ്രത വ്യത്യാസം. അപ്പോൾ ലൈറ്റിന് വീണ്ടും എന്ത് സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. ദാ വീണ്ടും അപവർത്തനം സംഭവിക്കും. അങ്ങനെ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾ ഈ ലൈറ്റിനെ കാണുന്നു. അപ്പോൾ അയാൾക്ക് തോന്നും ഈ ലൈറ്റ് അങ്ങ് ദീർഘിപ്പിച്ച് വരച്ചേ, ഈ ഒരു പൊസിഷനിലാണ് നക്ഷത്രം. ഓക്കെ, പിന്നെ വീണ്ടും എന്താ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് വരുന്നെന്ന് വിചാരിക്കാം. ഇതുപോലെ പല ലെയറിലൂടെ അപവർത്തനം സംഭവിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പം നിങ്ങൾ നോക്കിയേ, ആദ്യം ഇവിടെ കിട്ടി, പിന്നെ ഇവിടെ കിട്ടി, അങ്ങനെ ഓരോ പൊസിഷനും അങ്ങ് ചേഞ്ച് ചെയ്യുന്നു. നക്ഷത്രം നമുക്ക് ഇവിടെ കിട്ടുന്നതായിട്ട് തോന്നുന്നു, ഇവിടെ കിട്ടുന്നതായിട്ട് തോന്നുന്നു, ഇവിടെ കിട്ടുന്നതായിട്ട് തോന്നുന്നു. അപ്പം നക്ഷത്രത്തിന്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യുന്ന തോന്നും, മാറുന്നതായിട്ട് തോന്നും അല്ലെ. ഇവിടെ കിട്ടി, പിന്നെ ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി. അപ്പം നമുക്കിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് തോന്നുമ്പോൾ നമ്മുടെ കണ്ണിന് തോന്നും അത് മിന്നുകയാണ്, അല്ലെങ്കിൽ അത് മിന്നുന്നു, തിളങ്ങുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം നക്ഷത്ര തിളക്കം എന്താണ്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അപ്പം നമുക്ക് ബാക്കി പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം, ശ്രദ്ധിച്ചേ. ഇത് കാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു. നമ്മൾ കണ്ടു ഓരോ ലെയറിലും അതിനെന്ത് സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പലതവണ ക്രമരഹിത അപവർത്തനത്തിന് ശേഷം
കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തുടർച്ചയായി കാണാൻ കഴിയുന്നില്ല. ഇതാണ് നക്ഷത്ര തിളക്കത്തിന് കാരണം. അപ്പോൾ നമുക്ക് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കാണാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഇവിടെ കണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടാണ് കാണുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇവിടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നക്ഷത്ര തിളക്കം എന്തിന് ഉദാഹരണമാണ്? അന്തരീക്ഷ അപവർത്തനം. ഇമ്പോർട്ടൻ്റ് ആണ്. അപവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, അപവർത്തനത്തിന്റെ ഉദാഹരണം നമ്മുടെ ഗ്ലാസ് സ്ലാബും അതുപോലെ തന്നെ ഫിഷുമാണ്. അക്വേറിയത്തിലെ ഫിഷിന്റെ കേസുമാണ് ഓർത്തു വെക്കേണ്ടത്. എന്നാൽ അന്തരീക്ഷ അപവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കം ഓർത്തു വെക്കണം. അതോടൊപ്പം ഈ അടുത്ത ഒരു എക്സാമ്പിളും കൂടെ നമ്മൾ പഠിക്കും, അതോട് ഓർത്തു വെക്കണേ. സൂര്യൻ പൊസിഷൻ, അതായത് നമുക്ക് യൂഷ്വലി അറിയാം 4 മണിക്കാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ ഉദിക്കുന്നത് അല്ലേ. സൂര്യോദയം എന്ന് പറയുന്നത് 4 മണിക്കാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ കാണാം, നമുക്കൊരു 3:58 സൂര്യനെ കാണാൻ പറ്റും. സൂര്യൻ എന്താണ് കാണാനായിട്ട് പറ്റും, സണ്ണിനെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ 6 മണിക്ക് നിങ്ങൾക്കറിയാം സൂര്യൻ അസ്തമിക്കും അല്ലേ, സൂര്യൻ അസ്തമിക്കും. പക്ഷേ 6 മണിക്ക് ശേഷം ഏകദേശം ഒരു 6:02 വരെയും നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. ഇതിന് റീസണും അന്തരീക്ഷ അപവർത്തനം തന്നെയാണ്. അപ്പോൾ അന്തരീക്ഷ അപവർത്തനത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താ, നക്ഷത്രങ്ങളുടെ തിളക്കം. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ മുന്നേ സൂര്യനെ കാണാം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും സൂര്യനെ കാണാം. ഇതും ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ചക്രവാകം അല്ലെങ്കിൽ ഹൊറൈസൺ, ഈ ചക്രവാകത്തിൻ്റെ മുകളിലായിട്ട് സൂര്യൻ വരുന്നു. അതായത് ഈ ചക്രവാകത്തിന്റെ മുകളിൽ സൂര്യൻ വന്നാൽ നമ്മൾ പറയും സൂര്യോദയം. സൂര്യൻ ചക്രവാകത്തിന് മുകളിൽ വന്നാൽ നമ്മൾ സൂര്യോദയം എന്ന് പറയുന്നു. ഇനി ഈ ചക്രവാകത്തിന് താഴെ സൂര്യൻ വന്നാൽ നമ്മൾ പറയും സൂര്യാസ്തമയം. ഓക്കെ, അപ്പൊ ചക്രവാകം ഇമ്പോർട്ടൻ്റ് ആണ്. ചക്രവാകത്തിന് മുകളിൽ വന്ന സൂര്യോദയം, ചക്രവാകത്തിന് താഴെ വന്ന സൂര്യാസ്തമയം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൂര്യൻ ചക്രവാകത്തിന് മുകളിൽ വരുമ്പം സൂര്യോദയം, ചക്രവാകത്തിന് താഴെ വന്ന സൂര്യാസ്തമയം. അപ്പോൾ അതാ നോക്കിയേ, സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാകം കടന്നു പോയതിന് ശേഷവും ബിംബം അല്പസമയം കൂടി കാണാം. അതായത് പടിഞ്ഞാറൻ ചക്രവാകത്തിലെത്തിയെന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നു അല്ലേ. അപ്പൊ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമുക്ക് സൂര്യനെ കാണാം. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാകത്തിൽ എത്തുന്നതിന് മുൻപും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂര്യനെ കാണാനായിട്ട് പറ്റും. അതിന്റെ റീസൺ ആണ് ഇതാ ഇവിടെ ഒരു പിക്ചറൈസേഷൻ വഴി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതാ നോക്കിയേ, നമുക്കിവിടെ കാണാനായിട്ട് പറ്റും സൂര്യന്റെ യഥാർത്ഥ സ്ഥാനം. അതായത് സൂര്യൻ ചക്രവാകത്തിന് താഴെ നിൽക്കുന്നു. ചക്രവാകത്തിന് താഴെ നിൽക്കുക എന്ന് പറയുമ്പം അത് എന്ത് ചെയ്യാൻ പോവുക, ഉദിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഏകദേശം ഒരു 3:58 നോക്കുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ സൂര്യനിൽ നിന്നും, അതായത് സൂര്യന്റെ സ്ഥാനം, അപ്പോൾ ചക്രവാകത്തിന് താഴെ നിൽക്കുക സൂര്യൻ. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് രശ്മി വിവിധ അന്തരീക്ഷ പാളികളിലൂടെ കടന്നു പോകും. അപ്പം നമുക്കറിയാലോ, അന്തരീക്ഷ പാളികളിൽ എന്താണ്, ഓരോ അന്തരീക്ഷ പാളികളിലെയും പ്രകാശിക സാന്ദ്രത വ്യത്യാസമാണ്. അപ്പോൾ ഓരോ അന്തരീക്ഷ പാളിലൂടെ കടക്കുമ്പോഴും അതിന് അപവർത്തനം സംഭവിക്കും. ആദ്യം എന്താ ഇവിടെ ഒരു അപവർത്തനം, പിന്നീട് ഇങ്ങനെ ഒരു അപവർത്തനം, അങ്ങനെ അപവർത്തനം സംഭവിക്കുന്നു. ഇനി ഇത് നമ്മളൊന്ന് ദീർഘിപ്പിച്ച് വരച്ചേ. ഓക്കെ, അപ്പൊ ഈ ഒരു പൊസിഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, അതായത് ചക്രവാകത്തിന് മുകളിൽ കണ്ടു, അതായത് സൂര്യൻ ഉദിച്ചതുപോലെ തോന്നി. അപ്പൊ യഥാർത്ഥത്തിൽ ഉദിച്ചിട്ടുണ്ടോ, ഇല്ല, അതാ ഇവിടെ താഴെ നിൽക്കുവാണ്. സൂര്യൻ ചക്രവാകത്തിന് താഴെ നിൽക്കുവാണ്, ഉദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നു, സൂര്യൻ ഉദിച്ചതുപോലെ തോന്നുന്നു. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ സൂര്യനെ കാണാൻ പറ്റും, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും സൂര്യനെ കാണാൻ പറ്റും. ഇത് എന്തിനു ഉദാഹരണമാണ്, അന്തരീക്ഷ അപവർത്തനത്തിന് ഉദാഹരണമാണ്. അപ്പൊ നമ്മുടെ അപവർത്തനം എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അപവർത്തനം എന്നുള്ള ടോപ്പിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പഠിച്ചത്.